സ്നേഹമുള്ളവരെ, ഞാൻ KT തോമസ് പേരാവൂർ. ഞാൻ പല പ്രാവശ്യമായി ഈ KSEBയുടെ ബില്ല് വരുമ്പോൾ അത് ജനങ്ങളിലേക്കൊന്ന് എത്തിക്കണം, എല്ലാവർക്കും കിട്ടുന്ന ബില്ലുകൾ ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് അറിയണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ 5800 ചില്ലറ രൂപ ആയിരുന്നു ഒരു മാസം വന്നത്. ഒരു മാസമല്ല, 2 മാസം കൂടുമ്പോൾ വരുന്ന ആ ബില്ല്, ഒരു ബില്ല്. അപ്പോൾ അന്ന് തന്നെ ഞാനൊരു പരാതിയുമായിട്ട് പോയെങ്കിലും അതിൻ്റെ ശരിയായിട്ടുള്ള എൻജിനീയർക്ക് അതിനെപ്പറ്റി ഒരു വിശദീകരണം തരാൻ കഴിയാത്ത സാഹചര്യത്തിൽ വർക്കേഴ്സായിട്ടുള്ള ഒരാൾ വന്നിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ ഈ ബില്ലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഡേറ്റ് കഴിഞ്ഞു എന്നറിഞ്ഞപ്പം ഞാനിപ്പോൾ ഒരു പരാതിയും കാര്യങ്ങളുമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ബില്ല് അടച്ചേക്കാം എന്ന് കരുതി. ഞാൻ എൻ്റെ ഓഫീസിലെ കറണ്ട് ബില്ലാണിത്. 2 മാസത്തെ ബില്ല് ഇപ്പോൾ വന്നിരിക്കുന്ന 1291 രൂപയാണ്. 2 മാസം കൂടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കറണ്ട് 77 യൂണിറ്റ് മാത്രമാണ്. ഈ 77 യൂണിറ്റിന് അവർ കൊടുത്തിരിക്കുന്നത് എനർജി ചാർജ് 465 രൂപ 85 പൈസ. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥിതിയിലാണെങ്കിലും 77 യൂണിറ്റ് ഉപയോഗിച്ചതിന് ഉള്ള മാനദണ്ഡം അനുസരിച്ച് 465 രൂപ 85 പൈസയാണെങ്കിൽ അത് മാത്രമേ നാം അടയ്ക്കേണ്ടതുള്ളൂ. അതുപോലും അടയ്ക്കേണ്ടതില്ല. 2 മാസം കൂടുമ്പോൾ പല സ്റ്റേറ്റുകളും 200 യൂണിറ്റ് വരെ മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് പോട്ടെ, 2 മാസം കൂടുമ്പോൾ 77 വന്നിട്ട് പോലും ഇത്രയും പൈസ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു തീവട്ടിക്കൊള്ളയാണ് ഇവർ ചെയ്യുന്നത്. KSEB ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ നാം ഓരോരുത്തരും ഈ ഉപഭോക്താക്കളായിട്ടുള്ള കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാവരും കറണ്ട് ബില്ല് അടച്ചങ്ങ് പോവുകയാണ്. ഇവർ ഫ്യൂസ് ഊരും, പിന്നെ അവസാനം ബുദ്ധിമുട്ടായല്ലോ, പിന്നെ അവരുടെ കാല് പിടിക്കാൻ പോകണം എന്ന് വിചാരിച്ച് അടയ്ക്കുക. ഓരോ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരു നിക്ഷേപ തുക 6987 രൂപ അവിടെ ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് പൈസ അവിടെ മുൻകൂർ അവിടെ കിടപ്പുണ്ട്. അതുകൂടാതെ 77 യൂണിറ്റിന് 465 രൂപ 85 പൈസ എനർജി ചാർജ്, ഡ്യൂട്ടി 4659, ഫ്യൂവൽ സർചാർജ് 1463, ഫിക്സഡ് ചാർജ് ഒരു 745.33. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് ഒരു പൈസ നമ്മൾ വെറുതെ കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിനല്ലേ കൊടുക്കേണ്ടത്, പിന്നെ നമ്മുടെ സെക്യൂരിറ്റി അവിടെ കിടപ്പുണ്ട് പൈസയുണ്ട്. അതുകൂടാതെ മീറ്റർ വാടക 12 രൂപ. അത് ലാസ്റ്റ് ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഒരു 7 രൂപ. അതുപോലെ റൗണ്ട് ഓഫ് ആക്കിയിട്ട് ഒരു 40 പൈസ മൈനസും ചെയ്തിട്ടുണ്ട്. മൊത്തം അങ്ങനെ 1291 രൂപ. ഓർത്ത് നോക്കൂ, എന്തൊരു അഴിമതിയാണ് ഇവർ കാണിക്കുന്നത്. ഇപ്പോഴും KSEB നഷ്ടത്തിലാണ്. KSEB ഉദ്യോഗസ്ഥർക്കൊക്കെ വാരിക്കോരി കൊടുക്കുകയാണ്. SLC തോറ്റവനും 8ാം ക്ലാസ് തോറ്റവനെയും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് ഇവർ വെച്ചിട്ട് ഈ പാവപ്പെട്ടവരായിട്ടുള്ളവരെ ഈ ഞെക്കിപ്പിഴിയുന്ന ഈ പരിപാടി നിർത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ജനങ്ങളെല്ലാവരും പ്രതികരിക്കണം. ഞാനിത് കൃത്യമായിട്ട് ഞാൻ ബില്ല് വെച്ച് തന്നെ നിങ്ങളെ ഇനി താഴേക്ക് കാണിച്ചു തരാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്ന് നിങ്ങൾ നോക്കുക. ഓരോരുത്തരും പ്രതികരിക്കുക. സ്നേഹമുള്ളവരെ, ഇതാണ് എൻ്റെ ബില്ല്. ഇത് കണ്ടോ, 13/11/2024 മുതൽ 11/1/25 വരെ ഉപയോഗിച്ച ഉപയോഗമാണ് 4950-ന് 4873 950. 77 യൂണിറ്റ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, എനർജി ചാർജ് ശരിക്കും അവർ അടയ്ക്കേണ്ടത് ഇതായിരിക്കാം. ഇപ്പോഴത്തെ ഇവിടെ കണക്കനുസരിച്ച് 465.85. അതിന് ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ് 45.59. ഫ്യൂവൽ സർചാർജ് 14.63.
ഫിക്സഡ് ചാർജ്. അതാണ് ഞാൻ ഈ പറഞ്ഞ 745.33. എന്തിനാണ് ഈ ഫിക്സഡ് ചാർജ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടൊരു പൈസയും നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് വേറെ സർചാർജ്, ഡ്യൂട്ടി എന്നും പറഞ്ഞ് ഒരുപാട്. മീറ്റർ വാടക 12 രൂപ. എല്ലാ മാസവും ഈ മീറ്റർ വാടക എന്തിനു വാങ്ങുന്നു എന്നും അറിയില്ല. ഇത് കണ്ടോ, ടോട്ടൽ 1284 രൂപയും ലേറ്റ് പേയ്മെൻറ്റ് ചാർജ്. അത് നേരത്തെ തന്നെ അവർ ബില്ലടയ്ക്കുകയാണ്. 7 കൂടി കൂട്ടി 1291 രൂപ. ഇതാണ് നമ്മുടെ സ്ഥിതി. സ്നേഹമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ബില്ല് നിങ്ങളെ കാണിച്ചു. 77 യൂണിറ്റിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എമൗണ്ടാണ് ഈ പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? നമ്മൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയങ്ങളും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഉപഭോക്താവ് എന്ന നിലയിൽ കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കുകയും മുമ്പോട്ട് വരികയും ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള ബില്ലുകൾ വരാതിരിക്കണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇറങ്ങണം.